ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് എൻ്റെ മക്കളുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ മക്കളെല്ലാം നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്? നമുക്കിനി അടുത്ത ലെറ്റേഴ്സൊക്കെ പഠിക്കണ്ടേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സാണ് പഠിച്ചത്? എച്ച് വരെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഇനി ബാക്കിയുള്ള ലെറ്റേഴ്സ് കൂടി നമുക്ക് പഠിക്കണ്ടേ? നമ്മുടെ അടുത്ത ലെറ്റർ ഏതാണ്? ഐ ആണല്ലേ അടുത്ത ലെറ്റർ. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ഐ ആൻഡ് സ്മോൾ ലെറ്റർ ഐ. ഐ കണ്ണും കാലും കൈയും എല്ലാം വെച്ച് നിങ്ങളെ ചിരിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഐ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കണ്ടേ? മക്കളെല്ലാവരും റെഡിയല്ലേ എഴുതാനായിട്ട്? അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഐ എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ഐ പഠിക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ ഐ എഴുതുന്നത്. ഇനി നമുക്ക് ഐയുടെ സൗണ്ടും അത് വെച്ചിട്ടുള്ള ലെറ്റേഴ്സും പഠിക്കണ്ടേ? എന്താണ് ഐയുടെ സൗണ്ട്? ഐയുടെ സൗണ്ട് ഇ ഇ ഇ എന്നാണ് ഐയുടെ സൗണ്ട്. ചില സമയങ്ങളിൽ ഐയുടെ സൗണ്ട് ഐ എന്ന് തന്നെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഐ വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇവിടെ ഒരു പിക്ചർ മക്കൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതെന്താണ്? ഇഗ്ലൂ. ഇഗ്ലൂ എന്ന് എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. IGLOO. ഐയുടെ സൗണ്ട് ഇ, അതിൻ്റെ കൂടെ GLOO വന്നപ്പോൾ ഇഗ്ലൂ എന്ന് പറയും. ഇവിടെ ഐയുടെ സൗണ്ട് ഇ ആണ്. ഇഗ്ലൂ ഇഗ്ലൂ. ഇനി നമുക്ക് ഐ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന മറ്റൊരു വേർഡ് പഠിക്കാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്? മക്കൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഐസ്ക്രീമിൻ്റെ പിക്ചറാണല്ലേ. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഐസ്ക്രീം കഴിക്കാൻ? അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ? നമുക്ക് നോക്കാം കേട്ടോ. ICECREAM ഐസ്ക്രീം. ഐ എന്നാണ് ഇവിടെ പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഐക്ക് ഇ എന്ന സൗണ്ടും ഐ എന്ന സൗണ്ടും ഉണ്ട് എന്ന്. ഇവിടെ നമ്മൾ ഐ എന്ന സൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ICECREAM ഐസ്ക്രീം. ഐസ്ക്രീം എന്നുള്ളിടത്ത് നമ്മൾ ഐ എന്ന സൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലെറ്റർ ആയിട്ടുള്ള ജെയെ പരിചയപ്പെടണ്ടേ? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ജെ ആൻഡ് സ്മോൾ ലെറ്റർ ജെ. ജെയുടെ സൗണ്ട് എന്താണ്? ജെയുടെ സൗണ്ട് ജെ. ജെ എന്നാണ് ജെയുടെ സൗണ്ട്. ഇനി നമുക്ക് ജെ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ജെ എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ജെ പഠിക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ ജെ എഴുതുന്നത്. ഇനി നമുക്ക് ജെ വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പരിചയപ്പെടാം. ഇവിടെ മക്കൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? നല്ലൊരു ജഗ്ഗിൻ്റെ പിക്ചറാണല്ലേ. ഇത് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ? JUG ജഗ്. ജയുടെ സൗണ്ട് ജെ, അതിൻ്റെ കൂടെ UG കൂടി ചേർന്ന് വന്നപ്പോൾ ജഗ്. യുവിൻ്റെ സൗണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല, അതിന് നമ്മൾ പഠിക്കും. ഇനി നമുക്ക് ജെ വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പരിചയപ്പെടാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ സാധിക്കുന്നത്? മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ജാമിൻ്റെ പിക്ചറാണല്ലേ. ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ? JAM ജാം. ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. ജയുടെ സൗണ്ട് ജെ, അതിൻ്റെ കൂടെ എ കൂടി ചേർന്ന് വന്നപ്പോൾ ജ എന്നാവും. അതിൻ്റെ കൂടെ എം കൂടി വന്നപ്പോൾ ജാം എന്ന് വായിക്കൂട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള കെയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ കെ ആൻഡ് സ്മോൾ ലെറ്റർ കെ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് കെ? കെയുടെ സൗണ്ട് എന്താണ്? കെയുടെ സൗണ്ട് കെ എന്നാണ് കേട്ടോ കെയുടെ സൗണ്ട്. ഇനി നമുക്ക് കെ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പഠിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ കെ എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ കെ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ്
സ്മോൾ ലെറ്റർ കെ എഴുതുന്നത്. ക്യാപിറ്റൽ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ കെയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഇനി നമുക്ക് കെ വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇത് എന്തിൻ്റെ പിക്ചറാണ് മക്കളെ? മക്കളൊന്ന് പറഞ്ഞാട്ടെ, ഇത് എന്ത് പിക്ചറാണെന്ന്. നിങ്ങളെല്ലാവരും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കൈറ്റിൻ്റെ പിക്ചറാണല്ലേ ഇത്. അപ്പോൾ കൈറ്റ് എന്ന് എങ്ങനെയാണ് എഴുതുക? KITE, കൈറ്റ്. കെയുടെ സൗണ്ട് എന്താണ്? കെയുടെ സൗണ്ട് കെ. അതിൻ്റെ കൂടെ ഐ കൂടി ചേർന്ന് വന്നപ്പോൾ കൈ എന്ന് വായിക്കും. ടി കൂടി വന്നപ്പോൾ കൈറ്റ്. ഇനി നമുക്ക് കെ വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്? നല്ല സുന്ദരിയായൊരു പൂച്ചക്കുട്ടിയാണ് കാണാൻ പറ്റുന്നതല്ലേ. പൂച്ചക്കുട്ടിക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? കിറ്റൻ എന്നാണ് പറയുക അല്ലേ. ഇത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം? KITTEN, കിറ്റൻ. കെയുടെ സൗണ്ട് കെ. അതിൻ്റെ കൂടെ ഐ കൂടി വന്നപ്പോൾ കീ എന്ന് വായിക്കും. നേരത്തെ നമ്മൾ കൈറ്റ് എന്നുള്ളതിനെ കൈ എന്നായിരുന്നു വായിച്ചിരുന്നത്. ഇവിടെ നമ്മൾ കീ എന്ന് വായിക്കും കേട്ടോ. കിറ്റൺ, കിറ്റൺ എന്നാണ് ഇത് വായിക്കുന്നത്. മക്കളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, കിറ്റൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എൽ പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ എൽ ആൻഡ് സ്മോൾ ലെറ്റർ എൽ. എല്ലിൻ്റെ സൗണ്ട് എന്താണ് മക്കളെ? എല്ലിൻ്റെ സൗണ്ട് ലെ. ലെ എന്നാണ് എല്ലിൻ്റെ സൗണ്ട്. ഇനി നമുക്ക് എൽ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എൽ എഴുതുന്നത്. സ്മോൾ ലെറ്റർ എൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പം നമ്മൾ എല്ലിൻ്റെ സൗണ്ടും പഠിച്ചു, എൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നും പഠിച്ചു. ഇനി നമുക്ക് എല്ല് വെച്ചിട്ട് കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ ലെമണിൻ്റെ പിക്ചറാണ് കാണുന്നതല്ലേ. ലെമൺ എന്ന് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ? നമുക്ക് എഴുതി നോക്കാം. LEMON, ലെമൺ. എല്ലിൻ്റെ സൗണ്ട് ലെ, ഈയുടെ സൗണ്ട് എ. അപ്പോൾ ലെ എന്ന് വായിക്കും. ലെമൺ, ലെമൺ. ഇനി നമുക്ക് എല്ല് വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇവിടെ നല്ല പച്ച നിറത്തുള്ളൊരു ഇല കാണുന്നില്ലേ മക്കളെ? ഇലക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ലീഫ് എന്നാണല്ലേ. LEAF, ലീഫ്. എല്ലിൻ്റെ സൗണ്ട് ലെ. അതിൻ്റെ കൂടെ ഈയും യായും കൂടി വന്നപ്പോൾ ലീ എന്ന് വായിക്കും. ലീഫ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എം പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ എം ആൻഡ് സ്മോൾ ലെറ്റർ എം. വാട്ട് ഈസ് ദി സൗണ്ട് ഓഫ് എം? എമ്മിൻ്റെ സൗണ്ട് എന്താണ്? എമ്മിൻ്റെ സൗണ്ട് മെ. മെ എന്നാണ് എമ്മിൻ്റെ സൗണ്ട്. നമുക്ക് എം എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എം എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എം എഴുതണ്ടേ? ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ എം എഴുതുന്നത്. ഇനി നമുക്ക് എം വെച്ചിട്ട് കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് കാണുന്നത്? നല്ല ഭംഗിയുള്ളൊരു മൂണിൻ്റെ പിക്ചറാണല്ലേ. മൂൺ എന്ന് എങ്ങനെയാണ് എഴുതുന്നത്? MOON, മൂൺ. എമ്മിൻ്റെ സൗണ്ട് മേ. അതിൻ്റെ കൂടെ 2 ഓ കൂടി ചേർത്ത് വന്നപ്പോൾ ഓ, മൂൺ, മൂൺ എന്ന് വായിക്കും. ഇനി നമുക്ക് എം വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. മൗസ്. ഇവിടെ ഒരു മൗസിനെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? മൗസ് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. MOUSE, മൗസ്. എമ്മിൻ്റെ സൗണ്ട് മേ. അതിൻ്റെ കൂടെ ഓയും യുവും കൂടി വന്നപ്പോൾ മൗ, മൗ എന്ന് വായിക്കും. മൗസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എൻ പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ എൻ ആൻഡ് സ്മോൾ ലെറ്റർ എൻ. എന്നിൻ്റെ സൗണ്ട് നെ. നെ എന്നാണ് എന്നിൻ്റെ സൗണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കണ്ടേ? ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എൻ എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എൻ പഠിക്കാം. ഇങ്ങനെയാണ്
സ്മോൾ ലെറ്റർ എൻ എഴുതുന്നത്. ഇനി നമുക്ക് എൻ വെച്ചിട്ട് കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് കാണുന്നത്? ഒരു നെസ്റ്റ്, ഒരു കിളിയുടെ കൂടാണ് കാണുന്നത് അല്ലേ? നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിളിയുടെ കൂടിനാണ് നമ്മൾ നെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് എഴുതി നോക്കാം. NEST നെസ്റ്റ്. എന്നിൻ്റെ സൗണ്ട് നെ, ഇയുടെ സൗണ്ട് എ. അപ്പോൾ നെസ്റ്റ്, നെസ്റ്റ് എന്ന് വായിക്കും. ഇനി നമുക്ക് എൻ വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇവിടെ എന്താണ് കാണുന്നത്? ഒരു നഴ്സിൻ്റെ പിക്ചറാണല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. NURSE നേഴ്സ്. എന്നിൻ്റെ സൗണ്ട് നെ, അതിൻ്റെ കൂടെ യു കൂടി വന്നപ്പോൾ നേഴ്സ് എന്ന് വായിക്കും. ഇനി നമുക്ക് അടുത്ത ലെറ്റർ ആയിട്ടുള്ള O പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ O ആൻഡ് സ്മോൾ ലെറ്റർ O. ഓയുടെ സൗണ്ട് എന്താണ്? ഓയുടെ സൗണ്ട് O എന്നാണ് ഓയുടെ സൗണ്ട്. ഇനി നമുക്ക് O എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ O എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ O പഠിക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ O എഴുതുന്നത്. ക്യാപിറ്റൽ ലെറ്റർ Oയും സ്മോൾ ലെറ്റർ Oയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഓയിൽ തുടങ്ങുന്ന കുറച്ച് വേർഡ്സുകൾ പരിചയപ്പെടാം. ഇതെന്താണ് ഇവിടെ കാണുന്നത്? നല്ല ഭംഗിയുള്ളൊരു ഒക്ടോപ്പസിൻ്റെ പിക്ചറാണല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. OCTOPUS ഒക്ടോപ്പസ്. ഓയുടെ സൗണ്ട് O, അതിൻ്റെ കൂടെ സി കൂടി ചേർന്ന് വന്നപ്പോൾ ഒക്ടോപ്പസ് എന്ന് വായിക്കും. ഇനി O വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി നമുക്ക് പഠിക്കാം. ഇവിടെ എന്താണ് കാണുന്നത്? ഓണിയൻ്റെ പിക്ചറാണല്ലേ. നമ്മളൊക്കെ കരയിപ്പിക്കുന്നൊരു സാധനമാണിതല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. ONION ഒണിയൻ. ഓയുടെ സൗണ്ട് O, അതിൻ്റെ കൂടെ NION കൂടി വന്നപ്പോൾ ഒണിയൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്ററായ P പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ P ആൻഡ് സ്മോൾ ലെറ്റർ P. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് P? പിയുടെ സൗണ്ട് എന്താണ്? പിയുടെ സൗണ്ട് പേ എന്നാണ്. ഇനി നമുക്കിതെങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ P എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ P പഠിക്കാം. ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ P എഴുതുന്നത്. ക്യാപിറ്റൽ ലെറ്റർ Pയും സ്മോൾ ലെറ്റർ Pയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് Pയിൽ തുടങ്ങുന്ന കുറച്ച് വേർഡ്സുകൾ പരിചയപ്പെടാം. ഇവിടെ എന്താണ് കാണുന്നത്? നല്ല ഭംഗിയുള്ള ഒരു പെൻഗിൻ്റെ പിക്ചറാണ് ഇവിടെ കാണുന്നതല്ലേ. നമുക്കിതൊന്ന് എഴുതി നോക്കാം. പെൻഗിൻ. PENGUIN പെൻഗിൻ. പിയുടെ സൗണ്ട് പേ, ഇയുടെ സൗണ്ട് എ. പിയുടെ കൂടെ ഇ കൂടി വന്നപ്പോൾ പെൻഗിൻ എന്ന് വായിക്കും. ഇനി നമുക്ക് P വെച്ചിട്ട് വേറൊരു വേർഡ് കൂടി പഠിക്കാം. ഇവിടെ എന്താണ് കാണുന്നത്? നല്ലൊരു പന്നിക്കുട്ടിയെ കാണുന്നുണ്ടല്ലേ. ഇതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? പിഗ് എന്നാണല്ലേ. പിഗ്. നമുക്കൊന്ന് എഴുതി നോക്കാം. PIG പിഗ്. പിയുടെ സൗണ്ട് പേ. ഐയുടെ സൗണ്ടും ജിയുടെ സൗണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐയുടെ സൗണ്ട് ഇ, ജിയുടെ സൗണ്ട് ഗെ. അപ്പോൾ ഇങ്ങനെ കൂട്ടി വായിക്കും. ബാക്കിയുള്ള ലെറ്റേഴ്സും സൗണ്ട്സും നമുക്കിനി അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇതുവരെ പഠിച്ച ലെറ്റേഴ്സും സൗണ്ട്സും ഒക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ മക്കളെല്ലാവരും ഇതുവരെ വെച്ച ലെറ്റേഴ്സ് വെച്ചിട്ട് കുറച്ച് വേർഡ്സുകളൊക്കെ കണ്ടെത്തി വായിക്കട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.